നമ്മളെപ്പോഴും ഷോർട്സ് വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു 1000 ഫോളോവേഴ്സ് കഴിഞ്ഞിട്ട് വലിയ വീഡിയോ ചെയ്യപ്പെട്ടാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 1000 ഫോളോവേഴ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പം എങ്ങനെയാ പരിപാടി തുടങ്ങല്ലേ? ഹാപ്പിനെസ് അല്ലേ? അപ്പം ഇന്ന് പുതിയപ്പുള്ള കോര എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അതായത് മഴവിൽ മീൻ എന്ന് ഞാൻ പറയട്ടാ. മഞ്ഞ കളർ താണ്ട നോക്ക്, അതിൻ്റെ അടി ഷെയ്ഡ് ഒരു മഞ്ഞ കളറുള്ള മീനില്ലേ. ഫ്രഷ് മീനായിരുന്നു കേട്ടോ കടലിൽ നിന്ന് ഓടിക്കുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ ശരിക്കും ഫുൾ ഒരു പിങ്ക് കളറാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട ലൈറ്റ് ഗ്രീനിഷ് വരുന്നത്, അതിൻ്റെ ചിറകിൽ കൂടെ ഗ്രീനിഷ് ഉണ്ട് കേട്ടോ. കണ്ട നല്ല വെറൈറ്റി സാധനം. നമ്മൾ പറയില്ലേ കിളിപ്പച്ച എന്ന്, അതാണ് കേട്ടോ. അതിൻ്റെ അടി കംപ്ലീറ്റ് കിളിപ്പച്ചാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് പുതിയപ്പളക്കോര എന്ന് പേര് വന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല സ്ലാങ്ങുകളില്ലേ, അതുപോലെ ഈ മീനിന് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഇതിന് കിളിമീൻ എന്നും പറയും. ഇതാണ്ടാവും താടിയിലൊക്കെ പെയിന്റ് അടിച്ചിരിക്കുന്നത് പച്ച കളർ ബ്ലഡി ഫുൾ. അപ്പം ഈ കിളിമീൻ അല്ലെങ്കിൽ പുതിയപ്പളക്കോര കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ഐറ്റം പഠിക്കേണ്ട. അങ്ങനെ മീൻ അടിപൊളിയായിട്ട് ഇതാണ്ടാ ഇതേ നല്ല കഴുകി ഇവിടത്തേക്ക് നല്ല കോടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. സിമ്പിൾ തട്ടിക്കുട്ടി മസാല കേട്ടോ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന് മേലെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്യുക. അങ്ങനെ മസാല ഇട്ടിട്ട് മീനിനെ പിഴിഞ്ഞ് കളയില്ല കേട്ടോ. അത് നല്ല സോഫ്റ്റായി മീറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മേലെ മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് പുട്ടപ്പ് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. അന്നേരം വെച്ചുകൊണ്ട് ഇന്ന് കൈയൊക്കെ എരിഞ്ഞ് വണ്ടറടണം. ഇതിൻ്റെ നമ്മുടെ മീനിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടില്ലേ കാണുമ്പോൾ തന്നെ. നമ്മൾ ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു കോമഡി നോക്കണ്ട. എന്താവുമെന്ന് അറിയില്ല, അത് നമ്മുടെ മീനല്ലേ, സെറ്റാക്കാം എന്തായാലും. മീനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മീൻ നമ്മുടെ നല്ല മസാല തേച്ച് വെച്ച് മീൻ ഒരു ലെവലായിട്ട് വെച്ച് കൊടുക്കുക. എന്ത് കഴിഞ്ഞപ്പോൾ ഇത് പുതിയ പ്ലക്കോരയാണോ പഴയ പ്ലക്കോരയാണോ എന്ന് അറിയണ്ടേ. അതിൻ്റെ തൊലിയും കാര്യങ്ങൾ കംപ്ലീറ്റ് അടന്നു പോയിട്ടാ. എനിക്ക് തോന്നിയതില്ലേ നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറൊന്നും സെറ്റ് ആവില്ല, പക്ഷേ ഗ്യാസാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം. അങ്ങനെ ഓരോരോ മീനുകളായിട്ട് പൊരിച്ചെടുക്കണ്ട, ഒന്നിച്ചിട്ട് ഇത് ആയുണ്ടോ എന്താണെന്നൊരു പിടിയും കിട്ടണ്ട മൊത്തത്തിൽ. ഈ പരിപാടി നമ്മളങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള മീൻ കുറച്ചും കൂടി വെറൈറ്റി കരിയാണ്ട് തൊലിയൊന്നും പോകാണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ ചെയ്യാൻ പോവാണ്. പിയാപ്പിള പൊരിച്ചെടുത്തിട്ട് കേട്ടോ. അതിന് മേലെ കുറച്ച് നല്ല ഉള്ളിയും വെച്ചിട്ടുണ്ട്. പീസ് ഞാൻ എടുത്തിട്ട് മുള്ളു മാറ്റി വെച്ചിട്ടു, കാരണം എനിക്ക് വായിൽ മുള്ളു വന്ന എന്തൊരു ഇറിറ്റേഷനാണ്. അതിലൊരു പീസ് ഉള്ളിയും വെച്ചിട്ട് ഇതാണ്ട നമ്മുടെ പുയ്യാപ്പിളക്കോര. പുയ്യാപ്പിള ശരിക്കും പുയ്യാപ്പിള കേട്ടാ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ പറ്റുന്നത്ര ഈസി ആക്കിയിട്ട് മസാല നിങ്ങളുടെ രീതിക്ക് കൊണ്ടുവരാട്ടാ. ഞാൻ കുറച്ചും കൂടി സിമ്പിളായി ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ഇതുപോലത്തെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. അതായിരിക്കും ടാറ്റാ ബൈ ബൈ.